അപ്പോൾ ഇന്ന് നമുക്കൊരു കന്നഡ കല്യാണ റിസപ്ഷൻ കൂടാൻ പോയാലോ? വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ എല്ലാ വീഡിയോസിനും കമന്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാറുള്ള അജ്മി എന്ന് പറയുന്ന കൂട്ടുകാരിക്ക് ഒരു വലിയ ഹായ് പറയാൻ കേട്ടോ. അപ്പൊ റിസപ്ഷൻ ആരുടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹസ്ബൻഡിന്റെ ഓഫീസിലുള്ള ഒരു ഫ്രണ്ടിന്റെയാണ്. അവരുടെ കല്യാണ ഉടുപ്പിൽ വെച്ചിട്ടായിരുന്നു. ഇവിടെ ബാംഗ്ലൂർ വെച്ചിട്ട് പരിചയക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു റിസപ്ഷനാണ്. അപ്പൊ ഇന്ന് മ്യൂസിക് ക്ലാസ് ഉള്ള ഒരു ദിവസം ആയതുകൊണ്ട് തന്നെ ഞാൻ വേഗം പോയി അവിടെ ഒന്ന് മുഖം കാണിച്ചിട്ട് തിരിച്ചു വന്നതിന് ശേഷം റെഡി ആവാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് ഞാൻ ഓർക്കുന്നത് കേട്ടോ. പണ്ടൊക്കെ എവിടെയെങ്കിലും പോകുന്ന സമയത്ത് ഒരു പൗഡർ ഇട്ട് പൊട്ടും കുത്തി പൊക്കോണ്ടിരുന്നത് ഞാൻ ഇപ്പൊ ഒന്നിന് പുറകെ ഒന്നായിട്ട് എന്തൊക്കെ സാധനങ്ങളാണ് മുഖത്ത് തൊട്ട് തേക്കുന്നത്. കാലം പോയൊരു പോക്കെന്നല്ലാണ്ട് എന്ത് പറയാനാ. അങ്ങനെ ഞാൻ ഡ്രസ്സൊക്കെ ഇട്ട് കഴിഞ്ഞു കേട്ടോ. ആ സമയത്ത് തന്നെ കൃത്യമായിട്ട് ഇവിടെ പവറും പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ പെട്ടെന്ന് തന്നെ പവർ വരും കേട്ടോ. അപ്പൊ ഞാൻ ഇട്ടിട്ടുള്ളത് ഒരു റെഡിമെയ്ഡ് ലെഹങ്ക ചോളിയാണ്. ഇതിന്റെ കൂടെ ഒരു ഓവർ കോട്ടും കൂടെ വരുന്നുണ്ട്. അത് നമുക്ക് ലാസ്റ്റ് ഇടാം. അപ്പൊ അവസാനമായിട്ടായ ലിപ്സ്റ്റിക്കും പൊട്ടും ഒക്കെ വെച്ചതായ എന്റെ കലാപരിപാടികൾ ഞാൻ ഇവിടെ അവസാനിപ്പിക്കാൻ കേട്ടോ. അപ്പൊ ഏതാണ്ട് ഒരു 8-8:15 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അവർ 7 മണിക്കാണ് റിസപ്ഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് വേഗം ഒന്ന് പോകാനായിട്ട് റെഡിയായി ഇറങ്ങാം. അത് ചിപ്പൂര് ഞാൻ അവിടെ ബാക്കിൽ റെഡിയാക്കി നിർത്തിയിട്ടുണ്ട്. അപ്പൂ റെഡിയായി, ചേട്ടന് റെഡി. നമ്മൾ ലിപ്സ്റ്റിക് ഇട്ട് പൊട്ട് കുത്തുന്ന സമയം കൊണ്ട് ആണുങ്ങളൊക്കെ ദാന്ന് പറഞ്ഞ് അങ്ങ് റെഡിയാവും. അപ്പൊ നമ്മൾ എന്തായാലും വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. റോഡിൽ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഇതാണ് നമ്മുടെ ബാംഗ്ലൂർത്തെ ഇസ്കോൺ ടെമ്പിൾ കേട്ടോ. കൃഷ്ണന്റെ ക്ഷേത്രമാണ്. വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ടെമ്പിൾ ആണ്. അപ്പൊ നമ്മൾ നേരെ എത്തിയിട്ടുണ്ട്. കദംബ സാമ്രാട്ടാണ് നമ്മുടെ റിസപ്ഷൻ ഹാള്. ഇതാണ് പെണ്ണും ചെക്കനും. നമ്മൾ നേരെ പോയി ഗിഫ്റ്റ് ഒക്കെ കൊടുത്തു, ഫോട്ടോസ് ഒക്കെ എടുത്തു. പിന്നെ വെൽക്കം ഡ്രിങ്കും അതിന്റെ കൂടെ തന്നെ ഒരു കട്ട്ലറ്റും സോസും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കഴിച്ചതിന് ശേഷം ഇനി നമ്മുടെ മെയിൻ ഫുഡിലോട്ട് കിടക്കാം. അതൊരു 1.5 ഫുഡായിരുന്നു കേട്ടോ. പക്ഷേ കുറച്ച് സംഭവങ്ങൾ നടന്നു. അതെന്താണെന്നുള്ളത് നെക്സ്റ്റ് വീഡിയോയിൽ പറയാമേ.